ഈ ഇരിക്കുന്നത് എന്റെ അച്ഛന്റെ ചിത്രം മാത്രമാ. എന്റെ അച്ഛന്റെ ചിത്രം വെച്ച് ഇവിടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. എന്ന് വെച്ച് ഞാൻ ഈ ഫോട്ടോ ഇവിടെ എടുത്ത് മാറ്റണമെന്നല്ലേ? അതെ, നീ തന്നെ ഇത് ഇവിടെ എടുത്ത് മാറ്റണം. നീയായിട്ട് ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് എന്റെ അച്ഛന്റെ ഫോട്ടോ അല്ല, സഞ്ജുവിന്റെ അച്ഛൻ്റെതാ. അത് മറന്നാണോ സഞ്ജു എന്നോട് ആവശ്യപ്പെടുന്നത്? എന്റെ അച്ഛന്റെ ഫോട്ടോ വയ്ക്കാൻ എനിക്ക് നിന്റെ ആവശ്യമില്ല. സ്വാതി, ഇതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ പിണങ്ങാൻ പാടില്ല. ഇത്രയും കാലം ആരും കാണാത്തൊരു ഫോട്ടോയായി വന്ന് നീ ഈ കുടുംബത്തിലുള്ളവരെ ഭിന്നിപ്പിക്കരുത്. എത്ര കാലം? അച്ഛന്റെ മുഖമുള്ള ഒരു ചിത്രം സഞ്ജു കണ്ടിട്ട് എത്ര കാലമായെന്ന് പറ. സഞ്ജുവിനെ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നീണ്ട 19 വർഷക്കാലം. അതിനിടയിൽ ഒരിക്കലെങ്കിലും സ്വന്തം അച്ഛന്റെ ചിത്രം സഞ്ജു കണ്ടിട്ടുണ്ടോ? എന്താ ശരിയല്ലേ മുത്തശ്ശ? അതെ മോളെ, അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതൊരു ചിത്രം മാത്രമാ, അച്ഛന്റെ ജീവനില്ലാത്ത ചിത്രം. ഈ ചിത്രം ഇവിടെ ഇരിക്കുന്നതിൽ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ അത് ഇവിടെ വെക്കാൻ സമ്മതിക്കില്ല. മംഗലശ്ശേരിയിൽ എല്ലാവർക്കും തുല്യനീതിയാ. എനിക്ക് ജീവനുള്ള കാലം അത് അങ്ങനെ തന്നെ ആയിരിക്കും. നീ ഇവിടെ ജീവിക്കേണ്ടവള, നീ അത് പാലിക്കണം. ഇവിടെ എല്ലാവർക്കും സഞ്ജു തുല്യനീതി ഉറപ്പുവരുത്തിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈ നിമിഷം വരെ ഞാൻ അതിന് ശ്രമിച്ചിട്ടുള്ളതുകൊണ്ടാ പലരും ഈ കുടുംബം വിട്ട് പോവാതെ ഇവിടെ ജീവിക്കുന്നത്. തുല്യനീതിയാണ് പോലും. അമ്മയാണ് ദൈവമെന്ന് വിശ്വസിക്കുന്ന മകൻ ഒരു തവണയെങ്കിലും സ്വന്തം അമ്മയെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്റെ അമ്മയെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെന്നോ? സഞ്ജു, നീ നിന്റെ കാര്യം നോക്ക്. ഇവക്കാരുടെ ബാധ കയറിയിരിക്കുക. അമ്മ പറയാൻ പോകുന്നത് ഈ മനുഷ്യന്റെ ബാധ എനിക്ക് കൂടിയെന്നല്ലേ? പിന്നെ എവിടെ നാടി നിനക്ക് ഫോട്ടോ ഒക്കെ കിട്ടിയത്? ഞാൻ സംസാരിക്കുന്നത് സഞ്ജുവിനോടാ. ആരെയും ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടില്ല. ഇന്നലെ വരെ ഇല്ലാത്ത ഫോട്ടോ ഇവിടെ വയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇളയമ ചെയ്യാൻ പോകുന്നതൊന്ന് കാണിക്കേ. മുകുന്ദന്റെ ഫോട്ടോ അവിടെ തന്നെ ഇരിക്കട്ടെ. മുത്തശ്ശൻ ഈ ഒരു കാര്യത്തിൽ ദയവ് ചെയ്ത് ഇടപെടരുത്. എന്റെ അച്ഛന്റെ ഫോട്ടോ കാരണം ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ട് വേണ്ട. ഞാൻ തന്നെ എടുത്ത് മാറ്റിക്കൊള്ളാം. സ്വാതി, മുന്നിൽ നിന്ന് മാറ്. തൊടില്ല സഞ്ജു ആ ഫോട്ടോ. അതിൽ സ്പർശിക്കണമെങ്കിൽ ഈ വീട്ടിലുള്ളവർക്ക് തുല്യനീതി പങ്കിട്ട് കൊടുക്കുന്ന സഞ്ജു എന്റെ ചോദ്യത്തിന് മറുപടി തന്നിട്ട് മതി മുന്നോട്ട് പോകാൻ. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം അച്ഛന്റെ ഓർമ്മകൾ 19 വർഷം ഇരുട്ട് മുറിയിൽ തളച്ചിട്ടപ്പോ ആ മനുഷ്യന് മാത്രം ഓർത്ത് ജീവിക്കുന്ന അമ്മക്കെന്താ തുല്യനീതി ഒരു അംശമെങ്കിലും മകൻ വീതിച്ചു കൊടുക്കാതിരുന്നത്? ഈ വീടിന് മുകളിൽ 19 വർഷമായി ആരും പ്രവേശിക്കാത്ത അടച്ചിട്ടൊരു മുറിയുള്ള കാര്യം സഞ്ജുവിന് അറിയാമോ? ആ, അതിലെന്തോ പാഴ്വസ്തുക്കളാണെന്നാ കേട്ടത്. സഞ്ജുവിന്റെ അച്ഛനും അച്ഛന്റെ ഓർമ്മകളും തന്നെയാ ആ മുറിയിലെ പാഴ്വസ്തുക്കൾ. കരയില്ലേ? സഞ്ജു, ആ മനുഷ്യനെ വെറുക്കുന്നവർക്കൊപ്പം മറ്റുള്ളവരും മൗനമായി സമ്മതം കൊടുത്തു. അച്ഛന്റെ ഓർമ്മകളെ ഒരു മുറിയിലടച്ച് താഴിട്ട് പൂട്ടി. ഒരാള് പോലും വരുതെന്ന് പറഞ്ഞില്ല, മുത്തശ്ശൻ പോലും. സഞ്ജുവിന്റെ കുട്ടിക്കാലത്ത് താഴെ വീണ ആ മുറിക്കുള്ളിൽ എന്താണെന്ന് അന്വേഷിക്കാൻ വളർന്നിട്ട് പോലും സഞ്ജു മനസ്സ് കാണിച്ചിട്ടില്ല. എന്നാ കഴിഞ്ഞ 19 വർഷവും എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ ഒരാള് മാത്രം അവിടെ പോവാറുണ്ടായിരുന്നു. അദ്ദേഹത്തെ
ജീവന്റെ ജീവനായി സ്നേഹിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ. ഈ വീട്ടിൽ ആരും അത് അറിഞ്ഞില്ല. സഞ്ജുവിന് വിശ്വാസം വരുന്നില്ല അല്ലേ? അമ്മയ്ക്ക് ഈ രോഗം വന്നത് എങ്ങനെയാണെന്നറിയോ സഞ്ജുന്? പുലരുവോളം പൊടി പിടിച്ച നിലത്ത് കിടന്ന് കരഞ്ഞിട്ട്. വേദനകളും അവഗണനകളും അമ്മ അവിടെ കരഞ്ഞു തീർത്തു. മകന്റെ മുന്നിലെ സന്തോഷം ഭാവിച്ചു. ഒരു വിധവയ്ക്ക് ഇതൊക്കെ മതി എന്നിവിടെ ഉള്ള ഒരു വിധി എഴുതി. അമ്മയ്ക്ക് നീതി കൊടുത്ത് അമ്മ അറിഞ്ഞ മകനാണെങ്കിൽ ഒന്നും അറിയാതെ പോയി മോളെ. അന്ന് അതവിടെ അവസാനിച്ചെന്ന് മാത്രം ഞാൻ കരുതി. തുടങ്ങി വച്ചിരിക്കല്ലേ കൊച്ചുമോള്, നമുക്ക് കാണാം. മോളെ, നിന്നെ പോലൊരു മകള് മതി ഏതൊരു കുടുംബവും നന്നാവാൻ. ഇനി ഞാനൊന്ന് കരഞ്ഞോട്ടെ മുത്തശ്ശ? മോളെ, അച്ഛനോട് ക്ഷമിക്കടാ മോനെ. വാ അച്ഛൻ, വാ വാ. എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തു. ഇനിയെങ്കിലും അമ്മയ്ക്ക് ആരും അറിയാതെ ഈ മുറിയിൽ വന്ന് ഭർത്താവിന്റെ മുന്നിൽ വിളക്ക് വെച്ച് കരയേണ്ടി വരില്ല. എന്റെ ചേച്ചിയൊരു കാര്യം തീരുമാനിച്ചാ അത് നടത്തിയിരിക്കും. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്?
പറയുന്നിതാ. പുലരികൾ പൊഴിയവേ രാവായി മാറിയോ ദിനം. മൊഴികളാൽ മുറിയവേ താനേ തേങ്ങിയോ മനം. നിഴലേ നീ മാത്രമൊപ്പം ചിരിമുകിലും മറന്നു പോയി മിഴിനിറയുന്നിതാ. കണ്ണാടി മുത്തായി നെഞ്ചിൻ ചെറുചൂടിൽ ചിറകാർന്ന പ്രാവുകൾ. മിണ്ടാതെ എങ്ങോ മുന്നിൽ ഇരുളേകി മറയുന്നതെന്തിനോ. ഒരായിരം ഓർമ്മകൾ തലോടിയോ ആർദ്രമായി നിരാശ മൂടുകയോ നിലാവു കൊള്ളുകയോ. ചിരിമുകിലും മറന്നു പോയി മിഴിനിറയുന്നിതാ. കനവുകളും പറന്നു ദൂരെ വിട പറയുന്നിതാ. നീ അച്ഛന്റെ ഒക്കത്ത് കേറിയടാ മോനെ. അച്ഛന്റെ ഒക്കത്ത് കയറാനല്ലേ അവൻ കൂടെ ഇറങ്ങുന്നത്. എന്റെ കുഞ്ഞുണ്ണിക്ക് കേറിയിരുന്ന് സവാരി ചെയ്യാനാ ഇതാ അച്ഛന്റെ ചുമല്. ഇനി ആനപ്പുറത്ത് നിന്ന് മോ ഇറങ്ങിയാട്ടെ. അവൻ ഓടിക്കളഞ്ഞു. നിങ്ങളെന്താ ഇത്ര വൈകിയത്? മനസ്സിൽ അകാരണമായൊരു ഭയം പോലെ. ഭയപ്പെടാൻ നമുക്കാരാച്ച ശത്രുക്കളായിട്ടുള്ളത്. നിങ്ങൾ വൈകിയത് മുതലുള്ള ടെൻഷനാ അച്ഛന്. നവരാത്രി പൂജ വരികയല്ലേ അച്ഛ. അതിന്റെ തയ്യാറെടുപ്പുകളെ പറ്റി തിരുമേനിയോടും കമ്മറ്റിക്കാരോടും സംസാരിച്ച സമയം പോയത്. ഞാൻ ഇറങ്ങട്ടെ. പ്രസാദം തൊട്ടിട്ട് പോ. നോക്കൂ കാവേരി, 10ാം ക്ലാസ് പരീക്ഷയാ വരാൻ പോകുന്നത്. അതിന്റെ വല്ല ബോധമുണ്ടോ? ഞാൻ പഠിക്കുന്നുണ്ടേട്ടാ. പഠിച്ചാ എന്റെ മോക്ക് കൊള്ളാം. പഠിക്കുന്ന സമയത്തുള്ള നിന്റെ തുടർക്കഥ വായനയൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഏട്ടത്തി, നീ വേഗം പോകാൻ നോക്ക് കാവേരി. വർഷം അച്ഛന്റെ ഈ മോൻ ഈ വീട്ടിൽ ചിരിച്ചു സന്തോഷിച്ച് ജീവിക്കുമ്പോ എന്റെ അച്ഛൻ
ജീവിക്കുന്ന കാര്യം അറിയാതെ പോയി. അമ്മ പോലും എന്നോടൊരു വാക്ക് പറഞ്ഞില്ല. എന്റെ അമ്മ സങ്കടപ്പെടരുതെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോഴും ഞാൻ അറിഞ്ഞില്ല അച്ഛാ അമ്മയുടെ വേദന എന്താന്ന്. അച്ഛനോട് മാത്രമല്ല അമ്മയോടും ഒരു മകൻ ചെയ്യേണ്ട കടമ ഞാൻ ചെയ്തില്ല അച്ഛാ. എന്നോട് ക്ഷമിക്ക. 19 വർഷം അമ്മ സ്വന്തം മുറിയിൽ ഒതുങ്ങിക്കൂടി ജീവിക്കാണെന്ന് ഞാൻ കരുതി. പക്ഷെ രാത്രികളിൽ അമ്മ കഴിച്ചു കൂട്ടിയത് ഈ മുറിയിലായിരുന്നു. അമ്മയുടെ അസുഖത്തിന്റെ കാരണം പോലും അദ്ദേഹത്തിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. ചേച്ചിയും കാണുന്നില്ല. തടവറയിലാക്കപ്പെട്ട അച്ഛനെ ഓർത്ത് എങ്ങനെ സഹിക്കും അദ്ദേഹം? രാത്രി കാലങ്ങളിൽ എന്റെ അമ്മയുടെ നിലയ്ക്കാത്ത കണ്ണീര് വീണ് കുതിർന്നതാ ഈ നിലം. കരഞ്ഞ് തളർന്ന് അമ്മ ഈ നിലത്ത് വീണ് തളർന്നുറങ്ങി. ഞാൻ മാത്രം ഒന്നും അറിയാതെ പട്ടും മെത്തയിലുറങ്ങി. അച്ഛാ, പാവിയായി പോയി. എന്നോട് ക്ഷമിക്കണേ അച്ഛാ.